ഓഫീസ് കെട്ടിട വിവാദത്തിനിടയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ചെറിയൊരിടത്ത് സേവനം ആരംഭിച്ചു എന്ന് ആർ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഈ മുറിത്തർക്കം വിവാദം അത് കേവലമൊരു മുറിത്തർക്കത്തിൽ നിന്നൊക്കെ വളർന്ന് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശ്രീലേഖയുടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഉള്ളടക്കം എന്താണ് റിനു? രജിത്ത്, തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണത്തിലെത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്താകെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് MLA VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ. VK പ്രശാന്തിന്റെ MLA തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിലറായിട്ടുള്ള ആർ ശ്രീലേഖ രംഗത്തെത്തുന്നു. വിട്ടുകൊടുക്കില്ലെന്ന് VK പ്രശാന്തും വലിയ രീതിയിലുള്ള ചർച്ചകളും സംവാദങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ വരുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇന്നു മുതൽ ആർ ശ്രീലേഖയുടെ ഓഫീസ് ആ കെട്ടിടത്തിന്, അതായത് VK പ്രശാന്തിന്റെ MLA ഓഫീസ് നിലനിൽക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള മുറിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായി ആർ ശ്രീലേഖ തന്നെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ചെറിയൊരിടത്ത് സേവനം ആരംഭിച്ചു എന്നുള്ളത് ഒരു ആക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു പ്രതികരണം എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു പ്രതികരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഓഫീസ് മുറിയുടെ പ്രവർത്തനം ആരംഭിച്ച ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. വിളക്ക് കൊളുത്തിയുള്ള ചിത്രങ്ങളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആത്മാർത്ഥതയുള്ള ഒരു ജനസേവകയ്ക്ക് എവിടെയും പ്രവർത്തിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ ഫേസ്ബുക്കിലൂടെ പറയുന്നത് ഉച്ചവരെ 18 പേർ ഓഫീസിലെത്തി അവർക്ക് വേണ്ടുന്ന സേവനങ്ങളെല്ലാം തന്നെ ചെയ്തു നൽകി. അതിൽ സംതൃപ്തനാണ്. ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകും, ഈ ചെറിയൊരിടത്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആർ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.